നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജെ.പി. ഡോക്ടർ ലോഹ്യ ദിനാചരണങ്ങൾക്ക് കാഞ്ഞങ്ങാട്ട് ഒരുക്കങ്ങൾ തുടങ്ങി. മുൻ മന്ത്രി കെ ചന്ദ്രശേഖരൻ സ്മരണികയുടെ പ്രകാശനം മന്ത്രി കെ.പി. മോഹനൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാത്തിരിക്കുന്ന ജയലളിതയുടെ അവസ്ഥയാണെന്ന് മുൻ മന്ത്രി കെ ഇസ്മായിൽ. നികുതി വർധനവിനെതിരെ LDF കാഞ്ഞങ്ങാട് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. വാഴന്നൂരടി ചൈന ക്ലേ കമ്പനിയിലെ ജനകീയ സമരത്തിന് വിജയം. ഒടുവിൽ കമ്പനി അധികൃതർ കുഴികൾ നികത്തി. തൊഴിലാളികൾ ഇല്ലെങ്കിലും കൊയ്ത്തു മുടങ്ങി. കാഞ്ഞങ്ങാട്ടെ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തി. പതിനെട്ടാമത് സൗത്ത് സോൺ സീനിയർ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പ് 10-ന് പാലക്കുന്ന് നടക്കും. ആന്ധ്രാപ്രദേശ് ടീമിന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകും. ഇൻസ്പയർ അവാർഡ് ജേതാവ് വിഷ്ണുപ്രിയയ്ക്ക് സ്വീകരണം നൽകാൻ അമ്പലത്തറ ഒരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ജെ.പി. ഡോക്ടർ ലോഹ്യ ദിനാചരണങ്ങളും മുൻ മന്ത്രി കെ ചന്ദ്രശേഖരൻ സ്മരണിക പ്രകാശനവും 11-12 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സ്മരണിക പ്രകാശനം 11-ന് മന്ത്രി കെ.പി. മോഹനൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായമായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വമേകിയ ലോക് നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മദിനമായ 11-ന് ജെ.പി. ദിനമായും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഡോക്ടർ റാം മനോഹർ ലോഹ്യയുടെ ചരമദിനം 12-നും ആചരിക്കുന്നു. ജെ.പി. കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം നടക്കുന്നത്. 11-ന് 11 മണിക്ക് കെ ചന്ദ്രശേഖരൻ സ്മരണിക പ്രകാശനം മന്ത്രി കെ.പി. മോഹനൻ നിർവഹിക്കും. ചടങ്ങിൽ കാഞ്ഞങ്ങാട് പാൽ വിതരണ സംഘത്തെ വളർച്ചയുടെ പാതയിൽ എത്തിച്ച എം കുഞ്ഞമ്പാടിയെ സഹകരണ ശൃംഖല നൽകി ആദരിക്കും. ഒക്ടോബർ 11 രാവിലെ 9:30-ന് സോഷ്യലിസ്റ്റ് സംഗമവും ജെ.പി. അനുസ്മരണവും നടക്കും. പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജെ.പി. കൾച്ചറൽ സെന്റർ, ജെ.പി. യൂത്ത് ഫൗണ്ടേഷൻ ഭാരവാഹികളായ എം കുഞ്ഞമ്പാടി, പി.വി. തമ്പാൻ, കെ എമ്പാടി, വി.വി. വിജയൻ, ടി അജിത, വി.വി. രവീന്ദ്രൻ മാസ്റ്റർ, പറക്കോട്ട് കൃഷ്ണൻ, UK ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. അഴിമതി നടത്തിയും ദൂർത്തടിച്ചും UDF സർക്കാർ നാടിനെ നശിപ്പിക്കുകയാണെന്ന് മുൻ മന്ത്രി കെ ഇസ്മായിൽ പറഞ്ഞു. നികുതി വർധനവിനെതിരെ LDF ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതി നടത്തിയും ദൂർത്തടിച്ചും UDF സർക്കാർ നാടിനെ നശിപ്പിക്കുകയാണെന്ന് മുൻമന്ത്രി കെ ഇസ്മായിൽ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. നികുതി വർധനവിനെതിരെ ഇടതുമുന്നണി കാഞ്ഞങ്ങാട്ട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ഉമ്മൻചാണ്ടി ഒന്ന് മനസ്സിലാക്കണം, താൽക്കാലികമായി തലയോരാൻ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്നതുകൊണ്ട് ശാശ്വതമായി അതിൽ നിന്നും മോചനം നേടി എന്ന് ധരിക്കേണ്ട. എത്ര പേർക്ക് മുമ്പത്തെ കേസിന്റെ പേരില്ല ഇപ്പൊ ജയിലുകൾ നടക്കുന്നതറിയോ? ഒരുപാട് വർഷം മുമ്പത്തെ കേസാണ്. പഴയകാലത്ത് ഒരുപാട് കേസുകൾ പുനർജീവൻ വെച്ച് അകത്ത് പോയ അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സമാധാനിക്കണ്ട. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിവിധ കോടതികൾ അതിരൂക്ഷമായ വാർത്തയിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ നടന്നത്. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി പ്രകടനവും നടന്നു. ജയലളിതയ്ക്കുണ്ടായ അവസ്ഥ തന്നെയാണ് ഉമ്മൻചാണ്ടിക്കും നേരിടാൻ പോകുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സെക്രട്ടറി KP സതീശചന്ദ്രൻ അധ്യക്ഷനായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, M അനന്തൻ നമ്പ്യാർ, MV കോമൻ നമ്പ്യാർ, അസീസ് കടപ്പുറം, അഡ്വക്കേറ്റ് CB ദാമോദരൻ, സുരേഷ് പുതിയടത്ത്, മാനുവൽ കാപ്പൻ, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാഴന്നൂരടിയിൽ ജനകീയ സമരം വിജയം കണ്ടു. ഖനനം നടത്തിയ കുഴികൾ മൂടാതെ കമ്പനിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് അറിയിച്ചായിരുന്നു സമരം. സമരസമിതിയുടെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് കമ്പനി കുഴികൾ നികത്തി. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വാഴന്നൂരടിയിലെ ചൈന ക്ലേ കമ്പനി നാട്ടുകാരുടെ ജനജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്ന ആരോപണവുമായാണ് സമരസമിതി രംഗത്ത് വന്നത്. ആരോപണം വെറും ആരോപണങ്ങളായി ഒതുങ്ങിയില്ല എന്നു പരമാർത്ഥമാണ്. ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും ഭീഷണിയാകുന്നു എന്ന വാദത്തിന് ആധാരമായി സമരസമിതി ചൂണ്ടിക്കാട്ടിയത് ഒന്നാമതായി ഖനനത്തിന്റെ ബാക്കിപത്രമായ വലിയ കുഴികളും രണ്ടാമതായി അക്കേഷ്യ മരക്കൂട്ടങ്ങൾ ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നവുമായിരുന്നു.
ഖനനത്തിന്റെ ഫലമായി പൊതുനിരത്തിൽ നിന്നും അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്തിരുന്ന വലിയ കുഴികൾ നികത്താതെ കമ്പനിയുടെ തുടർപ്രവർത്തനം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അനിൽ വാഴുന്നൂരടിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഓഫീസ് പടിക്കൽ സമരം തുടങ്ങി. തുടർന്ന് പോലീസിന്റെ മധ്യസ്ഥതയിൽ നടന്ന അനുരഞ്ജന ചർച്ചയിൽ ഒരാഴ്ചക്കാലം കുഴിമൂടൽ പ്രക്രിയ മാത്രം നടത്തുമെന്നും തുടർന്ന് ഖനനവും കുഴിമൂടലും രണ്ടു പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി തന്നെ നടത്താമെന്നും കമ്പനി അധികൃതർ ഉറപ്പു നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കമ്പനി എല്ലാ ഉറപ്പുകളും പാലിച്ചിട്ടുണ്ടെന്നും ജനകീയ സമരം വിജയിച്ചെന്നും കാഞ്ഞങ്ങാട് നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ കൂടിയായ അനിൽ വാഴുന്നൂരടി വ്യക്തമാക്കി. കഴിഞ്ഞ 35 വർഷക്കാലമായി വാഴുന്നൂരടി പ്രവർത്തിച്ചു വരുന്ന പൊതുമേഖലാ സ്ഥാപനമായ കേരള ക്ലേസ് ആൻഡ് സിറാമിക്സിലെ ഖനന നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖനനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ച് കക്ഷി രാഷ്ട്രീയഭേദമന്യേ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി അവിടെയുള്ള കേരള ക്ലേസ് നടത്തുന്ന ഖനന പ്രവർത്തനങ്ങൾ തടയുകയുമുണ്ടായി. തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ബന്ധപ്പെട്ട അധികൃതരായ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തുടങ്ങിയ ആൾക്കാരും കാഞ്ഞങ്ങാട് CI ഷുമി സാറിൻ്റെ മധ്യസ്ഥതയിൽ ചേർന്ന ഒരു അനുരഞ്ജന യോഗത്തിൽ ഏകദേശം ഒരാഴ്ചക്കാലോളം ഈ നമ്മൾ ഈ ഖനന മേഖലയിൽ മൊത്തം മൂടിയിരിക്കുന്ന മണ്ണ് എടുത്ത് നികത്തുവാനും അതിനുശേഷം നികത്തുന്ന പ്രവർത്തനവും മറ്റേ ഖനന പ്രവർത്തനങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകാനുമുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. തൊഴിലാളികളെ കിട്ടാതെ കൊയ്ത്തു മുടങ്ങുന്നത് ഇനി പഴങ്കഥയാവും. കാഞ്ഞങ്ങാട് കൃഷിഭവന്റെ കീഴിൽ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് യന്ത്രമെത്തി. കാഞ്ഞങ്ങാട് കൃഷിഭവന്റെ കീഴിലുള്ള കർഷകരുടെ ഫാം സ്കൂളായ ഗുരുദത്പയുടെ നെൽപ്പാടത്താണ് വിളവെടുപ്പ് ഉത്സവം നടന്നത്. നടിയിൽ മുതൽ കൊയ്ത്തുവരെയുള്ള പണികൾ പൂർണ്ണമായും കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നടത്തിയത്. കർഷക തൊഴിലാളികളുടെ ക്ഷാമം മൂലം തരിശായി കിടക്കുന്ന നെൽവയലുകൾക്ക് കാർഷിക യന്ത്രങ്ങൾ എത്തിയത് അനുഗ്രഹമായി. ആത്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാർഷിക യന്ത്രങ്ങൾ വയലിലിറക്കിയത്. തൃശൂരിലെ ആഗ്രോ സർവീസ് സെന്ററിന്റെ കീഴിലുള്ള കൊയ്ത്ത് യന്ത്രമാണ് ഗുരുദത്പയുടെ വയലിലിറക്കിയത്. കർഷക തൊഴിലാളികൾ ചെയ്യുന്ന മുഴുവൻ ജോലികളും കൊയ്ത്ത് യന്ത്രത്തിന് ചെയ്യാനാവുന്നു. വയലിലേക്ക് ഇറക്കുന്ന ഇത്തരം കാർഷിക യന്ത്രങ്ങൾ കൊയ്ത് മെതിച്ച് നെൽമണിയായി കർഷകന്റെ മുറ്റത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കാളികളാവാൻ വിവിധ പാടശേഖരത്തിന്റെ പ്രതിനിധികൾ, കർഷകർ, കാഞ്ഞങ്ങാട്ട് കൃഷി ഫീൽഡ് ഓഫീസർ, കൃഷിഭവനിലെ മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വാർഡ് കൗൺസിലർ ലീല കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. വരും കാലങ്ങളിൽ മുഴുവൻ പാടശേഖരങ്ങളിലും കൊയ്ത്ത് യന്ത്രം ഇറക്കാനാണ് കൃഷിഭവന്റെ തീരുമാനം. കാഞ്ഞങ്ങാട് കൃഷിഭവനിലെ പരിധിയിൽ വരുന്ന മേലാങ്കോട്ട് പ്രദേശത്തെ ഗുരുദത്പയുടെ പാടശേഖരം ഫാം സ്കൂളായി, കർഷകരുടെ സ്കൂളായിട്ട് തിരഞ്ഞെടുത്ത് നമ്മൾ പദ്ധതി നടപ്പിലാക്കി വരികയാണ്. A to Z, അതായത് നടിയിൽ മുതൽ വിളവെടുപ്പ് വരെ മെഷീനറി കൊണ്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കർഷക തൊഴിലാളി ക്ഷാമം രൂക്ഷമായ ഞങ്ങളുടെ പ്രദേശത്ത് ഇത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും മറ്റ് കർഷകർക്കും പാടശേഖര പ്രതിനിധികൾക്കും ഇതൊരു ഗുണപാഠവും കൂടിയാണ്. ഇവിടെ വിവിധ പാടശേഖരത്തിലെ പ്രതിനിധികളും മറ്റ് കർഷകർ സുഹൃത്തുക്കളും 6 ആഴ്ചകളോളം ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഇതിലെ ഗുണവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വരികയുമാണ്. ഈ പദ്ധതി കൊണ്ട് മറ്റ് പാടശേഖരങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്തി തരിശായിട്ടിരിക്കുന്ന മുഴുവൻ പ്രദേശവും കൃഷിയോഗ്യമാക്കാനുള്ള ഒരു ചുവടുവെപ്പാണ് ഈ ഒരു പാഠശാല കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദേശീയ തലത്തിൽ ഇൻസ്പയർ അവാർഡ് നേടിയ അമ്പലത്തറ GVHSSലെ വിഷ്ണുപ്രിയയ്ക്ക് വരവേൽപ്പ് നൽകാൻ നാടൊരുങ്ങുന്നു. സൗത്ത് സോൺ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയാണ് വിഷ്ണുപ്രിയ കേരളത്തിന്റെ അഭിമാനമായത്. ദേശീയ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഏർപ്പെടുത്തിയ ഇൻസ്പയർ അവാർഡ് നേടിയാണ് P. വിഷ്ണുപ്രിയ നാടിന്റെ അഭിമാനമായത്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലത്തെ പ്രതിനിധീകരിച്ചാണ് വിഷ്ണുപ്രിയ മത്സരത്തിൽ പങ്കെടുത്തത്. 6 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന സൗത്ത് സോൺ മത്സരത്തിൽ വിഷ്ണുപ്രിയ 1ാം സ്ഥാനം നേടുകയായിരുന്നു. അമ്പലത്തറ സ്കൂളിലെ അധ്യാപികയായ P. വത്സലയുടെ എതിർക്കൈയിലെ V. ബാലകൃഷ്ണന്റെയും മകളാണ് വിഷ്ണുപ്രിയ. അറിയപ്പെടുന്ന ചിത്രകാരിയായ വിഷ്ണുപ്രിയ സംസ്ഥാന സ്കൂൾ മേളകളിൽ പ്രസംഗം, ഡിജിറ്റൽ പെയിന്റിംഗ്, ചിത്രരചന എന്നീ ഇനങ്ങളിലും A ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും വെള്ളിയാഴ്ച തിരിച്ചെത്തുന്ന വിഷ്ണുപ്രിയയ്ക്ക് വൻ വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3ാം മൈൽ വെച്ച് ഘോഷയാത്രയായി നാട്ടുകാരെ മുഴുവൻ പങ്കെടുപ്പിച്ചു. വിദ്യാർത്ഥികളുടെ അകമ്പടിയോടുകൂടി സ്കൂൾ ഓഡിറ്റോറിയം ചേരുന്ന വേദിയിൽ വെച്ച് കുട്ടിയെ അനുമോദിക്കുന്നു. വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ ഉപഡയറക്ടർ, വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർമാർ, AUമാർ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ 2 MLAമാർ, MLA ശ്രീ K. കുഞ്ഞിരാമൻ, MLA ശ്രീ ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോദിക്കാൻ അവിടെ എത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ M. പത്മനാഭൻ, K. വസന്തകുമാർ, ജയരാജൻ, നാരായണൻ അമ്പലത്തറ, V. കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ചാപ്പക്കാൽ അക്കരമ്മൽ നടപ്പാത യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം CPIM കേളോത്ത് ഫസ്റ്റ് ബ്രാഞ്ച് സമ്മേളനത്തിന് സമാപനം.
കേളോത്ത് പാപ്പക്കാൽ അക്കരമ്മൽ നടപ്പാത യാഥാർത്ഥ്യമാക്കണമെന്ന് CPM പുല്ലൂർ ലോക്കലിലെ കേളോത്ത് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ രീതികളെ സംബന്ധിച്ചും നമ്മുടെ പാർട്ടിയുടെ വിപ്ലവകരമായ മുന്നേറ്റത്തിന് വേണ്ടി സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കരട് രാഷ്ട്രീയ പ്രമേയം നമ്മുടെ പാർട്ടി കോൺഗ്രസിന് മുമ്പായി നമ്മുടെ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആദ്യകാല പാർട്ടി അംഗം MV കണ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. K ശശി അനുശോചന പ്രമേയവും സുരേഷ് കാവുങ്കാൽ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. K ശശി അധ്യക്ഷനായി. CPM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി MV നാരായണൻ, P കുഞ്ഞികൃഷ്ണൻ, P കൃഷ്ണൻ, A കൃഷ്ണൻ, P നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി P ശശി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 18ാമത് സൗത്ത് സോൺ സീനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പ് 10-ന് പാലക്കുന്ന് ഗ്രീൻവുഡ്സ് പബ്ലിക് സ്കൂളിൽ തുടങ്ങും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തി. 18ാമത് സൗത്ത് സോൺ സീനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പിന് വെള്ളിയാഴ്ച പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിൽ തുടക്കമാവും. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, പോണ്ടിച്ചേരി, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പുരുഷ വനിതാ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തും. വൻ ഒരുക്കങ്ങളാണ് പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിൽ മത്സരങ്ങൾക്കായി നടക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാനായി ആദ്യമായി എത്തിച്ചേർന്ന ആന്ധ്രാപ്രദേശ് ടീമിന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് M അച്യുതൻ മാസ്റ്റർ, സംസ്ഥാന ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി R രാമനാഥൻ, T സുരേശൻ, ശിവഷൺമുഖൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വമേകി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേളയ്ക്ക് തുടക്കമായി. ഉപജില്ലാ കായികമേളയ്ക്ക് മുന്നോടിയായാണ് സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. കായികമേളയുടെ ഉദ്ഘാടനം ഹോസ്റ്റർ സബ് ഇൻസ്പെക്ടർ ബിജുലാൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ചെറുപ്പക്കാരും എല്ലാ കുട്ടികളും അവരുടെ കഴിവുകൾ മാറ്റിവെക്കുവാനോ അല്ലെങ്കിൽ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും സുന്ദരമായ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇന്ന് പേര് കൊടുത്ത കുറച്ചധികം കുട്ടികളുണ്ടാവും. കുറേയധികം കുട്ടികൾ പേര് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവർക്ക് മനസ്സില്ലാതെ അല്ലെങ്കിൽ മടിപ്പോടുകൂടി പുറത്തിരിക്കുന്നതിൽ മാറി നിൽക്കുന്ന പ്രവണതയുണ്ട്. സ്പോർട്സിൽ പ്രത്യേകിച്ച് മത്സരങ്ങളിൽ നമുക്ക് സമ്മാനം കിട്ടുക എന്ന ഒരു പ്രവചനത്തോടു കൂടി ഒരിക്കലും ശ്രമിക്കാൻ പറ്റില്ല. അവിടെയാണ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രത്യേകത. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ MK ബസുമതി അധ്യക്ഷയായി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീഹരി ഭട്ട് പതാക ഉയർത്തി. ഹോസ്തുർഗ് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ കരുണാകരൻ, PTA പ്രസിഡന്റ് പല്ലവ നാരായണൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഗൈഡ്സിന്റെ ഡിസ്പ്ലേ അവതരണവും നടന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മടിക്കൈ കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃക അനുകരണീയവും അഭിനന്ദനവുമെന്ന് E ചന്ദ്രശേഖരൻ MLA. സ്കൂളിൽ നടന്ന വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആത്മാർത്ഥതയും പരിപൂർണമായ സേവന സന്നദ്ധതയും പ്രകടിപ്പിച്ച് സംസ്ഥാന തലത്തിൽ മികച്ച PTAക്കുള്ള പുരസ്കാരം നേടിയ കക്കാട്ട് സ്കൂളിന്റെ വിജയഗാഥ മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്നും E ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. PTAക്കും അപ്പുറത്തൊരു പൊതുസമൂഹമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. ആ പൊതുസമൂഹത്തിന്റെ താല്പര്യം അതിൽ വളരെ പ്രധാനമാണ്. അതിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന. ഇവിടെ സ്വാഗത പ്രസംഗങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ PTAക്ക് ലഭിച്ച സംസ്ഥാന അവാർഡിന്റെ സന്തോഷം വിജയോത്സവമായി ആഘോഷിക്കുന്ന ചടങ്ങിൽ വി രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി മുഖ്യാതിഥിയായിരുന്നു. K സുജാത, യമുന രാഘവൻ, മടത്തനാട്ട് രാജൻ, P നാരായണൻ, C രാഘവൻ, ഡോക്ടർ M ബാലൻ, VA നാരായണൻ, ഡോക്ടർ MK രാജശേഖരൻ തുടങ്ങിയവരും സംസാരിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചതായി പരാതി. കാസർഗോഡ് നഗരസഭയിൽ വിജിലൻസ് സംഘം റെയ്ഡ് നടത്തി. നഗരത്തിലെ 2 കെട്ടിട നിർമ്മാണങ്ങളിലാണ് വൻ അപാകത കാണപ്പെട്ടതെന്ന് വിജിലൻസ് പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയപാതയ്ക്കരികിലെ ഒരു കെട്ടിടത്തിലും നുള്ളിപ്പാടിയിലെ മറ്റൊരു കെട്ടിടത്തിലുമാണ് അപാകത ശ്രദ്ധയിൽപ്പെട്ടതെന്ന് DYSP രഘുരാമൻ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിന് 5 നിലയ്ക്കാണ് അനുമതിയുള്ളത്. എന്നാൽ ഇത് 6 നിലയിലായാണ് പണിതത്.
മാത്രമല്ല ഇവിടത്തെ പാർക്കിംഗ് സംവിധാനം മറ്റൊരു ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും രഘുരാമൻ പറഞ്ഞു. നുള്ളിപ്പാടിയിലെ കെട്ടിടത്തിലും വൻ ക്രമക്കേട് കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉത്തര കേരള വാണിയ സമുദായ സംഗമം 12-ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കരിപ്പൊടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 12-ാം തീയതി രാവിലെ 10 മണിക്ക് കരിപ്പൊടി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന സംഗമത്തിന് പി കൃഷ്ണൻ മാസ്റ്റർ പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും. തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംഗമം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഭുവനേശ്വരി പുരസ്കാരം പി കരുണാകരൻ MP വിതരണം ചെയ്യും. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സമുദായ അംഗങ്ങളെ ഉദുമ MLA കെ കുഞ്ഞിരാമൻ ആദരിക്കും. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, വ്യാവസായിക മേഖലയിലെ പ്രമുഖർ ആശംസകൾ അർപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ആചാര്യവന്ദനം പരിപാടി KVR ഗ്രൂപ്പ് ചെയർമാൻ പി ബാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ KTDC ഡയറക്ടർ KC കടമ്പൂരാൻ മുഖ്യപ്രഭാഷണം നടത്തും. വാണി സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്തര മലബാറിലെ വാണി സമുദായത്തിന്റെ സംഗമം ഈ മാസം 12-ാം തീയതി കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടക്കുകയാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ കാസർഗോഡ് പാർലമെന്റ് മെമ്പർ ശ്രീ പി കരുണാകരൻ അവർ കുട്ടികൾക്കുള്ള SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭുവനേശ്വരി പുരസ്കാരം വിതരണം ചെയ്തു. സംഘാടക സമിതി ഭാരവാഹികളായ കരുണാകരൻ മംഗലാപുരം, അഡ്വക്കേറ്റ് KV രാജേന്ദ്രകുമാർ, KV ബാലഗോപാലൻ, V ചന്തു, പ്രദീപ് കൊളത്തൂർ, സുരേഷ് അനന്തപുരം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പടന്ന ഷൂട്ടേഴ്സ് സ്റ്റേഡിയത്തിന് പവലിയൻ നിർമ്മിക്കുന്നു. 70 ലക്ഷം രൂപ ചെലവിലാണ് പവലിയൻ നിർമ്മാണം. കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി KMI മേത്തർ തറക്കല്ലിട്ടു. ഓഫീസ്, ഷട്ടിൽ കോർട്ട്, ജിം സെന്റർ, മീഡിയ സെന്റർ തുടങ്ങിയ സൗകര്യങ്ങളാണ് പവലിയനിൽ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. 75 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് പവലിയൻ ഒരുക്കുന്നത്. സംസ്ഥാനത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകളെ വെല്ലുന്ന സൗകര്യ വികസനത്തിനാണ് പടന്ന ഷൂട്ടേഴ്സ് ലക്ഷ്യമിടുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് GS മുഹമ്മദ് സയ്യിദിന്റെ അധ്യക്ഷതയിൽ കെ കുഞ്ഞിരാമൻ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ കളിയുടെ കാര്യത്തിൽ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്. 1960 മുതൽ എനിക്ക് ഈ പ്രദേശത്തെ ഫുട്ബോൾ കളിയുമായി ബന്ധമുണ്ട്. അന്ന് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ഇവിടെയുള്ള പല കളിക്കാരുമായി ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. എൻ്റെ ടീമും അതുപോലെ തന്നെ ഇവിടെയുള്ള ടീമുമായി പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. അതിൽ ചിലരെങ്കിലും ഈ സ്റ്റേജിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധം ഫുട്ബോളുമായി, ഈ പഞ്ചായത്തുമായി, ഈ പ്രദേശവുമായി എനിക്കുണ്ട്. വളരെയേറെ പകൽഭ്രമതികളായ ഫുട്ബോൾ കളിക്കാരെ വാർത്തെടുത്തിട്ടുള്ള പാരമ്പര്യം ഈ പഞ്ചായത്തിനുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ഒരു പുതുതലമുറ എന്നുള്ള നിലക്കാണ് ഈ ഷൂട്ടേഴ്സ് ക്ലബ്ബും അതിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരും അതിൻ്റെ വളരെ വളരെ മനോഹരമായ ഒരു ഓഫീസ് കെട്ടിടം, അതിലാണെങ്കിൽ കളിക്കാരുടെ കായികമായിട്ടുള്ള അവരുടെ സ്റ്റാമിനയും അതുപോലെ തന്നെ മറ്റെല്ലാം വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് ക്ലബ്ബ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഒരു ക്ലബിന് ഇത്രമാത്രം വിപുലമായിട്ടുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ഹെൽത്ത് ക്ലബ്ബ് കണ്ടു. വളരെ മനോഹരമായ, വളരെ വിപുലമായിട്ടുള്ളൊരു ഹെൽത്ത് ക്ലബ്ബാണ്. KMI മേത്തർ മുഖ്യാതിഥിയായിരുന്നു. ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം കേരള കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ നിർവഹിച്ചു. TK അബ്ദുൽ അസീസിൽ നിന്നാണ് ഫണ്ട് സ്വീകരിച്ചത്. KMI മേത്തർക്കുള്ള ഉപഹാരം DFA പ്രസിഡന്റ് T അബ്ദുള്ളയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അസോസിയേറ്റ് സെക്രട്ടറി PM ഹംസയ്ക്കുള്ള ഉപഹാരം പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണനും നൽകി.
എം അച്യുതൻ, VPP അബ്ദുൾ റഹീം, M അനിൽകുമാർ, C ദാവൂദ്, MTP അബ്ദുൽ ഖാദർ എഞ്ചിനീയർ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് TM കുഞ്ഞബ്ദുള്ള, PV മുഹമ്മദ് ഇസ്ലാം, TKP ഷാഹിദ, VKP ഹമീദ് അലി, PC മുഹമ്മദ് സാലി, PK ഫൈസൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. JP ഡോക്ടർ ലോഹ്യ ദിനാചരണങ്ങൾക്ക് കാഞ്ഞങ്ങാട്ട് ഒരുക്കങ്ങൾ തുടങ്ങി. മുൻ മന്ത്രി K ചന്ദ്രശേഖരൻ സ്മരണികയുടെ പ്രകാശനം മന്ത്രി KP മോഹനൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാത്തിരിക്കുന്ന ജയലളിതയുടെ അവസ്ഥയാണെന്ന് മുൻ മന്ത്രി KE ഇസ്മായിൽ. നികുതി വർധനവിനെതിരെ LDF കാഞ്ഞങ്ങാട് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. വാഴ്ന്നൂരടി ചൈന ക്ലേ കമ്പനിയിലെ ജനകീയ സമരത്തിന് വിജയം. ഒടുവിൽ കമ്പനി അധികൃതർ കുഴികൾ നികത്തി. തൊഴിലാളികൾ ഇല്ലെങ്കിലും കൊയ്ത്തു മുടങ്ങി. കാഞ്ഞങ്ങാട്ടെ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തി. പതിനെട്ടാമത് സൗത്ത് സോൺ സീനിയർ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പ് 10-ന് പാലക്കുന്ന് നടക്കും. ആന്ധ്രാപ്രദേശ് ടീമിന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകും. ഇൻസ്പയർ അവാർഡ് ജേതാവ് വിഷ്ണുപ്രിയയ്ക്ക് സ്വീകരണം നൽകാൻ അമ്പലത്തറ ഒരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.